ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അംബൂസ് വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ ഇന്ന് പോകുന്ന എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂരിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ബസ്സിൽ പോകാനാണ് കേട്ടോ പ്ലാന്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കട്ട പോസ്റ്റ് ആയത്. കാരണം അവിടെ നമ്മളുടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു, ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്ന് പിന്നെയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ വേറൊരു പ്ലേസിലേക്ക് പോയി. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ KSRTC സ്റ്റാൻഡിലേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് കുരിശുപള്ളി കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ പ്രാർത്ഥിച്ചൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ കുരിശുപള്ളി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തി. പിന്നെ ഗുരുവായൂരിൽ പോകുന്നത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവർ ഗുരുവായൂരിലെ ബസ്സിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ടപ്പോഴേക്കും അമ്പു ചാടി കയറി, പിന്നെ അവരെ കൂടെയായിരുന്നു കേട്ടോ. പിന്നെ അമ്പുട്ടൻ അവിടെ ഇരുന്നിട്ട് ബസ് ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അവരോട് ഓരോ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്പുട്ട സെക്കൻഡ് ടൈം ആട്ടോ ഗുരുവായൂരിലേക്ക് പോകുന്നത്. അവൻ ആദ്യമായിട്ട് പോയത് അവൻ്റെ ചോറൂണിനായിരുന്നു. ചോറൂണിന് ഞങ്ങൾ നേർച്ച ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ വെച്ചിട്ട് ചോറ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതാ ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ബസ് എടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്പുട്ടൻ എങ്ങനെയാണ് ഇത്രയും നേരമൊക്കെ ബസ്സിൽ ഇരിക്കുമോ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂരിൽ KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ കുറച്ച് നല്ലോണം ബുദ്ധിമുട്ടിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അധിക സ്ഥലത്തും റൂം ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. കാരണം ഓൺലൈനായിട്ട് ഇപ്പം എല്ലാവരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ തരുന്ന ശേഷം ശ്രീ വെങ്കിട്ടേശ്വര ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു പ്ലേസ് കിട്ടി. അവിടെ ഉള്ളായിരുന്നു ഒരു റൂം എന്ന് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾ പോയത് സാറ്റർഡേയും സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് പോയി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. വേറെ എവിടെയും കിട്ടാനില്ല. ലാസ്റ്റ് ഞങ്ങൾ കുറേ തപ്പിപ്പിടിച്ച് കിട്ടിയൊരു റൂമാണിത്. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മസാല ദോശയും പൂരിയും ഒക്കെ വാങ്ങി അമ്പുട്ടനൊക്കെ മസാല ദോശയൊക്കെ കൊടുത്തു. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടേക്കാണ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അവിടെ ഒന്ന് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ അമ്പുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ട്, ആന. അമ്പുട്ടൻ ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ട് ഫ്രഷായി ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോവാം കേട്ടോ. അമ്പുട്ടൻ കണ്ടില്ലേ ഇതാ ഓടുന്നത്. അവന് ഭയങ്കര സന്തോഷമായി അവിടെ എത്തിയപ്പോൾ. അങ്ങനെ ഈവനിങ് നമുക്ക് ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ചുറ്റമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇപ്പം പിന്നെ പണ്ടത്തെ പോലെയല്ല കേട്ടോ, അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയായ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. പിന്നെ നമ്മൾ 3 മണിക്ക് നട തുറക്കുമ്പോഴുള്ള നിർമ്മാല്യം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി തന്നെ കുളിച്ച് വരി നിൽക്കാൻ പോയിട്ടോ. അങ്ങനെ നിർമ്മാല്യമൊക്കെ കണ്ട് റൂമിലെത്തി കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളിതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരിലേക്ക് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടും ആൾക്കാരുണ്ടായിരുന്നു. നല്ല രീതിയിൽ വരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇനി പോകാനുള്ളത് മമ്മിയൂരാട്ടോ. അങ്ങനെ ഞങ്ങളിതാ മമ്മിയൂരെത്തി. ഞങ്ങളിപ്പോൾ ഇതാ മമ്മിയൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയൂർ അമ്പലത്തിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ചുറ്റുമതിലൊക്കെ കെട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. നമ്മൾ നേരെ പോയത് ആനക്കോട്ടയിലേക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തു നമ്മൾ നേരെ ആനക്കോട്ടയിലേക്ക് കയറുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയ സമയത്ത് ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു ആന കുളിക്കുന്നതാട്ടോ. അമ്പുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കണ്ടിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ പോയതിനേക്കാളും ഈ തവണ അവിടെ കുറേ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തവണ അവിടെ ആനകളെ തൊടാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ചോദിച്ച സമയത്ത് അതൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്പുട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. എങ്ങനെയോ ഒരുവിധം കയ്യിൽ പിടിച്ച് ഒരു ആനേനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ആനയാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു, മണ്ണ് വാരി മേലെ കയറിയൊക്കെ ചെയ്യായിരുന്നു. അപ്പം കുറച്ച് നേരം അമ്പു അതൊക്കെ ഒന്ന് കണ്ട് നോക്കി നിന്നു. ഞങ്ങൾ പോയ സമയത്ത് ആനകളൊക്കെ കുളിപ്പിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. കാരണം അധികം ആനകളും അവിടെ പാപ്പാമാർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ അതൊക്കെ കണ്ട്
ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി വ്യൂവിൽ ഒരു ആനേനെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് ആ ആനേനെ കാണാൻ. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇനി നമുക്ക് KSRTC സ്റ്റാൻഡിലേക്ക് പോവാം കേട്ടോ. നമ്മൾ തലേ ദിവസം ബസ്സിൽ സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടോ, പക്ഷെ അതൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയി എപ്പോഴാണ് ബസ്സുള്ളതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ ഒരു ബസ് വരികയും ചെയ്തു. നമുക്കതിൽ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് എത്തിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ടാറ്റാ ബൈ ബൈ.